സോ നമ്മളെ പുതിയ ടോപ്പിക്കാണ് ഏതാ സെയിൽസ് അക്കൗണ്ടിങ്. നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ലെ 3-ാമത്തെ ചാപ്റ്ററാണ് സെയിൽസ് അക്കൗണ്ടിങ് എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാരത്തൺ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സെയിൽസ് ഡേ ബുക്ക് ഇൻക്ലൂഡ്സ്. സോ എപ്പോഴാണ് നമ്മൾ സെയിൽസ് ഡേ ബുക്ക് ഉണ്ടാക്കുക? സെയിൽസ് ബുക്ക് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് നമ്മൾ വിളിക്കും. എപ്പോഴാണ് നമ്മൾ സെയിൽസ് ഡേ ബുക്ക് ഉണ്ടാക്കുക? ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ്. സോ നോക്കുക, നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ് ഏതുണ്ടാക്കാൻ? സെയിൽസ് ഡേ ബുക്ക് ഉണ്ടാക്കുക. സോ നമ്മൾ ഓപ്ഷൻ സി ആണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ് എന്ത് അതിനുള്ള റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ദ ഫോളോയിങ് ഈസ് നോട്ട് ദി ഫീച്ചർ ഓഫ് സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതൊക്കെയാണ്? സോ സെയിൽസ് ബുക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. സെയിൽസ് ബുക്ക് നമ്മൾ എപ്പോഴേ പ്രിപ്പയർ ചെയ്യുള്ളൂ? ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴും. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് ബുക്കിൻ്റെ മറ്റൊരു പേരാണ് എന്താ? സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്വാർഡ് ഇൻവോയ്സ് ആണ് എന്ത് ഫോം ചെയ്യും? നമ്മൾ സെയിൽസ് ഡേ ബുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ നമുക്ക് നോക്കാം. ഇറ്റ് നോട്ട് എ ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് ഡേ ബുക്ക് ആണ് ചോദിച്ചത്. നോട്ട് എ ഫീച്ചർ ഓഫ് സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ബുക്കിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതാണ്? സോ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് അത്. സോ നമുക്കറിയാം അതെന്താണ്, സെയിൽസ് ബുക്കിൻ്റെ ഒരു ഫീച്ചറാണ്. സോ അതെന്തായാലും അല്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് നമുക്ക് എന്തിനു വിളിക്കാം? സെയിൽസ് ബുക്കിനെ വിളിക്കാം. സോ അതും എന്താണ്, കറക്റ്റാണ്, ഫീച്ചേഴ്സിൻ്റെ വരുന്നതിലാണ്, സെയിൽസ് ബുക്കിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ് അതും. പിന്നെ എന്താ, ഔട്ട്വാർഡ് ഇൻവോയ്സ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതും എന്താണ്, സെയിൽസ് ബുക്കിൻ്റെ ഫീച്ചറാണ്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺലി ഓൺ 31st March എവറി ഇയർ. ഇങ്ങനത്തെ ഒരു ഫീച്ചർ എന്തില്ല, സെയിൽസ് ബുക്കിലില്ല. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് എ ഫീച്ചർ ഓഫ് സെയിൽസ് ബുക്ക് എന്നുള്ളതാണ് ചോദ്യം. സോ എന്താണ് ആൻസർ? ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺലി ഓൺ 31st March എവറി ഇയർ. സോ ഇതാണ് എന്ത്, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കാം, ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ. നമ്മൾ എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക? സെയിൽസ് റിട്ടേൺ വരുമ്പോൾ, ക്രെഡിറ്റ് സെയിൽസിൻ്റെ റിട്ടേൺസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനിടാ? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് നോക്കാം, റിട്ടേൺ ഇൻവാർഡിൻ്റെ മറ്റൊരു പേരാണ് എന്തിടാ? റിട്ടേൺ ഇൻവാർഡിൻ്റെ മറ്റൊരു പേരാണെന്ത്? സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സെയിൽസ് റിട്ടേൺ വരുമ്പോഴാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ ആണെന്ത് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഗോൾ അല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മുടെ സെയിൽസ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ചെറിയൊരു ഏരിയ ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ക്യാഷ് മാനേജ് ചെയ്യണം, എന്തിന് നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് ചെയ്യണം. സോ അതിൽ ചോദിക്കുന്നത് ഗോൾ ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ നോക്കാം, മാക്സിമൈസ് ദി റിസ്ക് ഓഫ് ഇൻസോൾവൻസി. നമ്മളെ ഇൻസോൾവൻസി എന്താണ്, പാപ്പരാകൽ എന്താണ്, കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, സോ രണ്ടാമതാണ് മാക്സിമൈസ് ദി അവൈലബിലിറ്റി ഓഫ് ക്യാഷ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണെന്ത് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം, ബ്രേക്ക് ഈവൻ പോയിന്റ് മീൻസ്. നിങ്ങൾ ഓൾറെഡി കോസ്റ്റിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ ബ്രേക്ക്, ഇപ്പോൾ ഓൾറെഡി FA ഇൻ്റർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്? ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്ത ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ എന്തുണ്ടാവില്ല? പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. സോ ഏതാണ് ആൻസർ? സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം, ബ്രേക്ക് ഡൗൺ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. സെക്കൻഡ് വൺ, പോയിന്റ് ഓഫ് ഹയസ്റ്റ് പ്രോഫിറ്റ്. സി, പോയിന്റ് വെയർ അസറ്റ്സ് ആർ ബ്രോക്കൺ ഇൻ ഈവൺ പീസസ്. പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, പ്രോഫിറ്റ് ഓഫ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം, ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് കാറ്റഗറൈസിങ് ദി ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പീരീഡ്. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഒരു പീരീഡ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം? നമ്മൾ ഈ ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്തടാ? ഏജിങ് അനാലിസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതായത് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യും? കാറ്റഗറൈസ് ചെയ്ത് ഓരോന്നും, ഫോർ എക്സാമ്പിൾ 30 days, 60 days, 90 days ക്രെഡിറ്റ് പീരീഡ് വെച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ ആണോ? അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഏജിങ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ചോദ്യം എന്താണ്? ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് കാറ്റഗറൈസിങ് ദി ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പീരീഡ്. ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും കാറ്റഗറൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഫസ്റ്റ് വൺ, ക്യാഷ് സ്റ്റേറ്റ്മെൻറ്റ്. അതെന്തായാലും അല്ല. ഇനി ഓപ്ഷൻ ബി,
എന്താണ് ഏജിങ് അനാലിസിസ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഡെപ്റ്റേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് കാറ്റഗറൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത് ഏജിങ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണെന്ത് അതിൻ്റെ ആൻസർ. ഇനി സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പാൻഡ് RTGS. ഓക്കെ, RTGSൻ്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. സോ നോക്കാം, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നുള്ളതാണ് RTGSൻ്റെ ഫുൾ ഫോം. സോ നമുക്ക് നോക്കാം, ഓപ്ഷൻ എ റൈറ്റ് ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, അതല്ല റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. സോ അതാണെന്ത് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ഏതായിരുന്നു, റിയൽ ടൈം ഗുഡ്സ് സെറ്റിൽമെൻറ്റ്, അതല്ല റിയൽ ടൈം ഗ്രോസ് സേവിങ്സ്, അതും അല്ല. സോ നെക്സ്റ്റ് നോക്കാം, ഗുഡ്സ് വർത്ത് 14,550 സോൾഡ് ടു കമൽ ഫോർ ക്യാഷ്. അണ്ടർ വിച്ച് സബ്സിഡറി ബുക്ക് വിൽ യു റെക്കോർഡ് ദിസ് ട്രാൻസാക്ഷൻ. സോ നമുക്കിതറിയാം, ക്യാഷ് സെയിൽസ് ആണോ ക്രെഡിറ്റ് സെയിൽ എന്നുള്ളതാണോ. സോ നോക്കാം, ഇവിടെ ഗുഡ്സ് കമലിന് വിൽക്കുന്നത് ക്യാഷിനാണ് 14,550 രൂപക്ക്. അതെന്താണെടാ, ഒരു ക്യാഷ് സെയിലാണ്. സോ എന്താണ് അതിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ എന്നുള്ളതാണ് എന്ത് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണടാ അതിൻ്റെ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്ലിയർ ആണോ? ടു സെയിൽസ് അക്കൗണ്ട്. സോ ഇത് എന്ത് ടൈപ്പ് ഓഫ് ബുക്കിലാണ്, ഏത് സബ്സിഡറി ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാനടാ? നമ്മൾ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. നമ്മൾ സെയിൽസ് ബുക്കിൽ ഏത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂടാ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് ബുക്കിൽ നമ്മൾ ഏത് റെക്കോർഡ് ചെയ്യും, ക്യാഷ് ട്രാൻസാക്ഷൻസ് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ ഏതാണടാ ആൻസർ, ക്യാഷ് ബുക്കാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം, ഇറ്റ് ഈസ് എ ഡെപ്റ്റ് owed to the firm by customer arising from sale of goods or services in ordinary course of business. ഇറ്റ് ഡിഫൈൻസ്, അതായത് ഒരു ഡെപ്റ്റ് നമ്മൾ ഫേമിൻ്റെ അടുത്ത് നിന്ന് ഓവ് ചെയ്യാണ്. ഓക്കെ, കടം ഇതാക്കുകയാണ്. എന്ത്, ബൈ കസ്റ്റമർ എറൈസിങ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് സർവീസ് ചെയ്ത് നമ്മൾ എന്താണ് കടം വാങ്ങുന്നതിനെ ഒരു ബിസിനസ്സിൽ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ഏതാണടാ, അക്കൗണ്ട്സ് റിസീവബിൾ വിച്ച് ഈസ് ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണെന്ത് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം, ദ ടേം എക്രൂവൽ ഡിനോട്ട്സ്. എക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡ്യൂ ആയി പോകുന്നതിന് ഡ്യൂ ആയി പോകുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത് എക്രൂവൽ എന്ന് പറയുന്നത്. സോ എക്രൂവലിൻ്റെ മീനിങ് എന്തെന്നുള്ളതാണ് ചോദ്യം. ദ ടേം എക്രൂവൽ ഡിനോട്ട്സ് സംതിങ് ദാറ്റ് ബിക്കംസ് ഡ്യൂ. സോ അതാണ് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് COD. CODൻ്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. എന്താണ് COD എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. സോ അതെല്ലാവർക്കും അറിയാൻ പറ്റും. സോ ഓപ്ഷൻ സി, ഇത് ചെറുങ്ങനെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് ഡിയും സിയുമായിട്ട്. സോ സി ആണ് എന്ത് അതിൻ്റെ ആൻസർ, ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം, ഇത് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതുള്ളതാണ്, നമ്മളെ സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ, അത് ജസ്റ്റ് ഒന്ന് ഇതിൽ മിക്സപ്പ് ആയി പോയിട്ടുള്ളതാണ്. സോ നോക്കുക, ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ ഇസ് പ്രിപ്പയർഡ് ബൈ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയലിൻ്റെ വേറൊരു പേരാണെന്ത് മെറ്റീരിയൽ റിക്വസിഷൻ. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നോക്കുക, ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണെന്ത് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് സെയിൽസ് അലവൻസസ്. സെയിൽസ് അലവൻസസ് എന്ന് പറയുന്നത് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് ചെറിയൊരു ഡാമേജസോ കാര്യങ്ങളോ വന്നു പോയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതായത് ഈ സെല്ലർ എന്ത് ചെയ്യും, സപ്ലയർ എന്ത് ചെയ്യും, ഒരു വലിയ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും, കസ്റ്റമറിന് കൊടുക്കും. സോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സെയിൽസ് അലവൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നോക്കാം നമുക്ക്, പ്രൈസ് റിഡക്ഷൻ allowed to a customer agreeing to retain undesirable goods sold to him. ഓക്കെ, സോ അതാണ് ഒരു ഓപ്ഷൻ. പിന്നെന്താ, allowed by the seller to a bulk buyer, അതെന്തായാലും അല്ല. പിന്നെ allowed by the seller to a government buyer, അതും അല്ല. പിന്നെ none of the above അല്ല. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് അലവൻസസ് എന്ന് പറയുന്നത് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഈ സെല്ലർ എന്ത് ചെയ്യും, ഒരു വലിയ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും, കൊടുക്കും, ഒരു ബയറിന് കൊടുക്കും. സോ അതിനെയാണ് എന്ത് പറയുന്നത്, സെയിൽസ് അലവൻസസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണെന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം, ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ റൂൾ ഈസ് അപ്ലിക്കബിൾ ടു ദി വാലുവേഷൻ ഓഫ്. സോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഫിക്സ്ഡ് അസെറ്റ്, കറണ്ട് അസെറ്റ്, ഇൻവെൻട്രി, കറണ്ട് ലയബിലിറ്റി.
ഓക്കെ, സോ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ റൂൾ. അതായത് ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ റൂൾ ഈസ് അപ്ലിക്കബിൾ ടു ദി വാല്യുവേഷൻ ഓഫ്. ഏതിൻ്റെ വാല്യുവേഷനിലാണ് നമ്മൾ ഈ റൂൾ ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ റൂൾ അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ഫിക്സ്ഡ് അസെറ്റ്, രണ്ടാമത്തെ ഓപ്ഷനാണ് കറണ്ട് അസെറ്റ്, മൂന്നാമത്തെ ഓപ്ഷനാണ് ഇൻവെൻട്രി, നാലാമത്തെ ഓപ്ഷനാണ് കറണ്ട് ലയബിലിറ്റി. ഏതാണ് അതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇൻവെൻട്രി ആണ് നമ്മൾ ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റൂൾ പ്രകാരം അപ്ലിക്കബിൾ ആവുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് എല്ലാവർക്കും അറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സോ നോക്കുക എന്താണ് ഇവിടെ ഏതാ ആൻസർ വരിക? എ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓപ്ഷൻ എ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ നോക്കുക വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്ലോട്ട് ഇൻ ക്യാഷ് മാനേജ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് അതായത് നമ്മൾ സെയിൽസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫ്ലോട്ട്സ് പഠിച്ചിട്ടുണ്ടാവും ക്യാഷ് മാനേജ്മെൻറ്റിൽ. സോ എന്താണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്? അതായത് ഒരു ഡിലേ ഇൻ പേയ്മെൻറ്റിനെ വിളിക്കുന്ന ആ ഒരു ഡിലേക്ക് വിളിക്കുന്ന ഒരു പേയ്മെൻറ്റിൻ്റെ ഡിലേക്ക് വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലോട്ട് എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ഫ്ലോട്ട് ഉണ്ട്. മെയിൽ ഫ്ലോട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഫ്ലോട്ട് ഉണ്ട്, ബാങ്ക് ഫ്ലോട്ട് ഉണ്ട്. ക്ലിയർ ആണോ? ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നോട്ട് എ ഫ്ലോട്ട് ഇൻ ക്യാഷ് മാനേജ്മെൻറ്റ്. ഇതിൽ ഫ്ലോട്ട് അല്ലാത്തത് ഏതാണ്? സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയുള്ളത്? മെയിൽ ഫ്ലോട്ട്, പ്രോസസ്സിംഗ് ഫ്ലോട്ട്, ബാങ്ക് ഫ്ലോട്ട്. സോ നോക്കുക ഇവിടെ എന്തുണ്ട്? മെയിൽ ഫ്ലോട്ട് ഉണ്ട്. ഓക്കെ ഫൈൻ. പ്രോസസ്സിംഗ് ഫ്ലോട്ട് ഉണ്ട്. ഓക്കെ അതും ഫ്ലോട്ടാണ്. ബാങ്കും ഫ്ലോട്ട് ഉണ്ട്. സോ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഫ്ലോട്ട് എന്തില്ല? ഇവിടെ ഇല്ല. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് എ ഫ്ലോട്ട് എന്നുള്ളതാണ് ചോദ്യം. സോ ഏതാണ് നോട്ട് എ ഫ്ലോട്ട്? ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ട് ആണ്. ക്ലിയർ ആണോ? സോ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടേം റവന്യൂ ഡിനോട്ട്സ് ദി ഇൻകം ഫ്രം. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിൽസ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബൈ റെൻഡറിങ് സർവീസസ്, നമ്മൾ ഗുഡ്സ് സെല് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും നമ്മുടെ റിസോഴ്സ് എൻ്റർപ്രൈസിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നോക്കുക ദ ടേം റവന്യൂ ഡിനോട്ട്സ് ദ ഇൻകം ഫ്രം എന്തൊക്കെയാണ്? ഗുഡ്സ് സെല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ കിട്ടും. സർവീസ് റെൻഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും. യൂസ് ഓഫ് എൻ്റർപ്രൈസസ് റിസോഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? റവന്യൂസ് കിട്ടും. സോ ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും എന്ത്? അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം. നോർമലി ക്യാഷ് മെമ്മോ ഈസ് പ്രിപ്പയർഡ് ഇൻ. നമ്മളെ ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ക്യാഷ് മെമ്മോ. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഇൻ ട്രിപ്ലിക്കേറ്റിലാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നോർമലി ക്യാഷ് മെമ്മോ ഈസ് പ്രിപ്പയർഡ്. നമ്മൾ നോർമലി ക്യാഷ് മെമ്മോ പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴാണ്? ക്യാഷ് സെയിൽസ് നടത്തുമ്പോഴാണ്. സോ അത് നമ്മൾ ഏതിലാണ് പ്രിപ്പയർ ചെയ്യുക? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഇൻ ട്രിപ്ലിക്കേറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡ്യൂപ്ലിക്കേറ്റ്, അതല്ല. ഓപ്ഷൻ ബി ട്രിപ്ലിക്കേറ്റ്. സോ അതാണെന്ത്? അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു. എന്തിനാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. സോ എന്താണ് നോക്കാം. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, കറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതല്ല ആൻസർ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എന്തിനാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. സോ നെക്സ്റ്റ് നോക്കാം. എ കമ്പനി സോൾഡ് ഗുഡ്സ് അമൗണ്ടിങ് 37,500 ടു റാം. വാട്ട് വുഡ് ബി ദി ജേർണൽ എൻട്രി ഫോർ ദി സെയിം? സോ ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? റാമിന് 37,500 രൂപയ്ക്ക് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സെല് ചെയ്തിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദി ജേർണൽ എൻട്രി ഫോർ ദി സെയിം? സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എന്താ എന്നുള്ളതാണ് ചോദ്യം. സോ എന്താണ് ആ ജേർണൽ എൻട്രി വരാം? ഒന്ന് പറഞ്ഞേ. ക്രെഡിറ്റ് സെയിലാണിത്. സോ എങ്ങനെ എൻട്രി വരാം? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലേ? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. സോ എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസിൻ്റെ എൻട്രി എന്താ വരാം? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. സോ നമുക്ക് നോക്കാം ഓപ്ഷൻസിലുണ്ടോ? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അതല്ലല്ലോ, ക്യാഷിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്തായിരിക്കും? ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. അതല്ല. പിന്നെന്താ? സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം, അതെന്തായാലും അല്ല. പിന്നെന്താ? റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട്, അതുമല്ല. റാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഓപ്ഷൻ ഡി ആണെന്ത്? അതിൻ്റെ ആൻസർ.
ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഓൾവേസ് റെഡ്യൂസസ് ഇയർ ബൈ ഇയർ. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്രിസിയേഷൻ കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. SLM മെത്തേഡ് ഉണ്ട്, WDV മെത്തേഡ് ഉണ്ട്, ആനുവിറ്റി മെത്തേഡ് ഉണ്ട്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ട്, മെഷീൻ ഹവർ മെത്തേഡ് ഉണ്ട്, റീവാലുവേഷൻ മെത്തേഡ് ഉണ്ട് അല്ലേ. സോ SLM മെത്തേഡ് എന്ന് പറയുന്നത് ഇയർ ബൈ ഇയർ നമ്മൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുമോ? ഇല്ല, ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആകുമ്പം നമ്മൾ എന്ത് കുറയും? ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യും? ഇയർ ബൈ ഇയർ എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. സോ നമുക്ക് നോക്കാം. ഇയർ ബൈ ഇയർ കുറഞ്ഞു വരുന്നത് ഡിപ്രിസിയേഷൻ, ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഓൾവേസ് റെഡ്യൂസസ് ഇയർ ബൈ ഇയർ. ഇയർ ബൈ ഇയർ നമ്മൾ എന്ത് കുറയടാ? ഡിപ്രിസിയേഷൻ കുറയുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ ഏതാടാ ആൻസർ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. എ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഓപ്ഷൻ ബി റീവാലുവേഷൻ മെത്തേഡ്, ഓപ്ഷൻ സി മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഏതാണ് ഇയർ ബൈ ഇയർ ആയിട്ട് കുറഞ്ഞു വരുന്നത്? ഓപ്ഷൻ എ ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ നെക്സ്റ്റ് നോക്കാം. ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിന് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏത് മെത്തേഡിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക? സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. സോ നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ഏതാ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഏതാണ് എൻ്റെ ആൻസർ? എ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. ഡിപ്രിസിയേഷൻ അറൈസസ് ഡ്യൂ ടു. എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ്റെ കുറച്ച് കോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പം പാസേജ് ഓഫ് ടൈം ആയിരിക്കും, ചിലപ്പോൾ യൂസേജ് ഓഫ് ടൈം ആയിരിക്കും, വിയർ ആൻഡ് ടിയർ ഒക്കെ കാരണം. പിന്നെ എന്തായിരിക്കും? ഡിപ്ലീഷൻസ് പറയുന്ന ഒബ്സൊളസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ഹോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ മെയിൻ്റനൻസ് ആയിരിക്കാം അല്ലേ. സോ നോക്കാം. ഡിപ്രിസിയേഷൻ അറൈസസ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, fall in money value, fall in market value, none of the above. ഏത് കാരണമായിരിക്കും നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാവാനടാ? വിയർ ആൻഡ് ടിയർ. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. As per the Companies Act 2013, the rate of depreciation is to be charged on the assets of the company are provided in. Companies Act പ്രകാരം അതായത് ഡിപ്രിസിയേഷൻ റേറ്റ് ഏത് സ്കെഡ്യൂൾ പ്രകാരമാണ് നമ്മളൊരു അസറ്റിന് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് പെർ സ്കെഡ്യൂൾ 2 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 നമ്മൾ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുന്നുണ്ടാവുക. സോ ഏതാണ് ആൻസർ? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്കെഡ്യൂൾ 3, സ്കെഡ്യൂൾ 2, സ്കെഡ്യൂൾ 5 ആൻഡ് സ്കെഡ്യൂൾ 4 ആണുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സ്കെഡ്യൂൾ 2. സോ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇൻഫ്ലോ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏതിനേക്കാളും ഔട്ട്ഫ്ലോ ആയിരിക്കും. നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ വരുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും, മോർ ദാൻ അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാളും. ക്ലിയർ ആണോ? അതിനെയാണ് എന്ത് പറയുന്നത്? പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഔട്ട്ഫ്ലോ ഇവിടെ കൂടുതലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ, മോർ ദാൻ ഇൻഫ്ലോ. പിന്നെന്താണ്? ഇൻഫ്ലോ കൂടുതലാണ്, മോർ ദാൻ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ഔട്ട്ഫ്ലോ. ഡി നൺ ഓഫ് ദി എബവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഇൻഫ്ലോ ഈസ് മോർ ദാൻ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് പൈസ വരാം. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് പൈസ പോവുക. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഫ്ലോട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ടൈപ്സ് ഓഫ് ഫ്ലോട്ട് ഉണ്ട്? മെയിൽ ഫ്ലോട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഫ്ലോട്ട് ഉണ്ട്, ബാങ്ക് ഫ്ലോട്ട് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മെയിൽ ഫ്ലോട്ട് ആൻഡ് ബാങ്ക് ഫ്ലോട്ട്, ഓപ്ഷൻ ബി മെയിൽ ഫ്ലോട്ട്, ബാങ്ക് ഫ്ലോട്ട് ആൻഡ് പ്രോസസ്സിംഗ് ഫ്ലോട്ട്, ഓപ്ഷൻ സി മെയിൽ ഫ്ലോട്ട് ആൻഡ് പ്രോസസ്സിംഗ് ഫ്ലോട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി മെയിൽ ഫ്ലോട്ട്, ബാങ്ക് ഫ്ലോട്ട് ആൻഡ് പ്രോസസ്സിംഗ് ഫ്ലോട്ട്. സോ നെക്സ്റ്റ് നോക്കാം. ഇൻ ദി ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഹൂ ഈസ് ദി കാർഡ് ഹോൾഡർ. സോ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഫുൾ കാർഡ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നടത്താറുള്ളത്. സോ അതിൽ കുറച്ച് കോമ്പണൻസ് ആണ് എന്തൊക്കെ? കാർഡ് ഹോൾഡർ, എക്വയറിംഗ് ബാങ്ക്, മെർക്കൻ്റ് ഓർ ബിസിനസ്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? കുറച്ച് കോമ്പണൻസ് ഓഫ് കാർഡ് ട്രാൻസാക്ഷൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ ബയ്യർ ആയിരിക്കും. എന്തടാ? ഈ കാർഡ് ഹോൾഡർ എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ബയ്യർ അല്ലെങ്കിൽ കസ്റ്റമർ. സോ നമുക്ക് നോക്കാം. ഏതാണ് കാർഡ് ട്രാൻസാക്ഷനിൽ കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത് ആരായിരിക്കും? സെല്ലർ ആണോ? അല്ല. ആരാണ്? കസ്റ്റമർ ആണോ? നമ്മളെ കസ്റ്റമർ ആണ് നമ്മൾ എന്ത് വിളിക്കുക?
കാർഡ് ഹോൾഡർ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഇഷ്യൂയിങ് ബാങ്കും എക്വയറിംഗ് ബാങ്കും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഇൻ കേസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞ് തരാം. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആരാർക്ക് കൊടുക്കുന്നതാണ്? ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതാണ് എന്തടാ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നോക്കാം, വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓൺലി നെറ്റ് പ്രൈസ് ഇസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഡി നൺ ഓഫ് ദി അബവ്. നോട്ട് ട്രൂ അബൌട്ട് ദി ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം നമ്മൾ നെറ്റ് പ്രൈസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ ഏതിൽ കാണിക്കുള്ളൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ. നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യൂല ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അതാണ് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതാണ് സെക്കൻഡ് പോയിന്റ്. അതും എന്താണ് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ട്രേഡ് ഡിസ്കൗണ്ടിനെ കൊള്ളുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് ട്രൂ അബൌട്ട് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് നമ്മളുടെ ചോദ്യം. ക്ലിയർ ആണോ? സോ എന്താണ് ഇറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് ശരിയാണോ? നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമോ? ഇല്ല. സോ ഏതാണ് ആൻസർ? ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് നോട്ട് ബി റിക്വയർഡ് ഫോർ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ. നമ്മൾ RTGS നെഫ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സോ ഇതൊക്കെ എന്താണ് ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ആണ്. സോ ഇതെന്താണ് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം, IFSC വേണം, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് വേണം. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ആണ് ചോദിക്കുന്നത്. നോട്ട് ടു ബി റിക്വയർഡ് ഫോർ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ. ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നോട്ട് ബി റിക്വയർഡ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ചെക്ക് നമ്പർ. ചെക്ക് നമ്പർ ആവശ്യമുണ്ടോ? ഇല്ല. IFSC കോഡ് ആവശ്യമില്ലേ? യെസ് ആവശ്യമുണ്ട്. ബ്രാഞ്ച് അഡ്രസ്സ് ആവശ്യമുണ്ട്. അക്കൗണ്ട് നമ്പറും ആവശ്യമുണ്ട്. സോ എന്താണ് ബാങ്ക് ട്രാൻസ്ഫർ? എന്താണ് നമ്മുടെ ചോദ്യം? നോട്ട് ടു ബി റിക്വയർഡ് ഫോർ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതാണ് ചോദ്യം. സോ ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? എ ചെക്ക് നമ്പർ ആണെന്ത് അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണോ? നോട്ട് ടു ബി റിക്വയർഡ് ഫോർ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ?